എയിംസ് ഓഫ് വേദിക് എഡ്യൂക്കേഷൻ സിസ്റ്റം. വേദിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ എയിം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വേദിക് എഡ്യൂക്കേഷൻ ജീവിതത്തിൽ വലിയ വലിയ ആദർശങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. Vedic education was taught to students to achieve high ideals of life. The Vedic period sees education as a source of light and salvation. The aims of Vedic education of ancient India were as follows. Self-realization. Self-realization വേദിക് എഡ്യൂക്കേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എയിമാണ്. One of the most vital aims of Vedic education is self-realization. Realization means knowledge and experience. It starts with knowing the self. Self does not mean only an individual self. Instead, it is the supreme self. Individual self മാത്രമല്ല സെൽഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Instead, it is the supreme self. സുപ്രീം സെൽഫിനെയാണ് സെൽഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫ് ഹെൽത്തി ഫിസിക്, ഇതാണ് വേദിക് എഡ്യൂക്കേഷൻ്റെ മറ്റൊരു എയിം. The Vedic education system also aims to develop a healthy physique. It gives importance to health because only a healthy student could control his senses. ഒരു ഹെൽത്തി സ്റ്റുഡൻറ്റിന് മാത്രമേ അവൻ്റെ ഇമോഷൻസും സെൻസസും ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഹെൽത്തി ഫിസിക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയിമാണ്. മറ്റൊരു എയിമാണ് എഡ്യൂക്കേഷൻ ഫോർ ക്യാരക്ടർ ബിൽഡിംഗ്. ഒരു വ്യക്തിയുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നതിനുള്ള വിദ്യാഭ്യാസമാണ് വേദിക് എഡ്യൂക്കേഷൻ വഴി കൊടുക്കുന്നത്. Character building was another aim of Vedic education. Student life was considered as a life of tapasya or meditation. A student being a brahmacharya has to develop a virtues like morality, brahmacharya, sacrifice, simplicity, honesty, service, dutifulness, modesty, freedom from conceit. മെഡിറ്റേഷൻ അടിസ്ഥാനമാക്കിയുള്ളൊരു ജീവിതമായിരിക്കും വേദിക് പീരീഡിൽ സ്റ്റുഡൻറ്റിന് ഉണ്ടാവുക. അടുത്തൊരു എയിമാണ് ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി. ഒരു വ്യക്തിയുടെ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റും വേദിക് എഡ്യൂക്കേഷൻ വഴി കിട്ടുന്നുണ്ട്. One of the chief aims of Vedic education was all-round development of personality. Also, it aims to develop the physical, mental, emotional, social, moral and spiritual aspects of humans. Vedic education greatly gives importance to the personality of students. സ്റ്റുഡൻസിൻ്റെ പേഴ്സണാലിറ്റിക്കാണ് വേദിക് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അടുത്ത എയിമാണ് സെൽഫ് റെസ്പെക്റ്റ്. A feeling of self-respect should be developed in the students through education. The student feels that he was the torch bearer of the culture of the race. സ്റ്റുഡൻറ്റ് സെൽഫ് റെസ്പെക്റ്റ് ഡെവലപ്പ് എന്നതും വേദിക് എഡ്യൂക്കേഷൻ വഴി ലക്ഷ്യമിടുന്നു. അടുത്ത സെൽഫ് കോൺഫിഡൻസ്. സെൽഫ് കോൺഫിഡൻസ് വാസ് ഇൻസ്റ്റിൽഡ് into the mind of students right from the start of education when the Upanayana ritual was observed to admit them in Gurukulas. വേദിക് എഡ്യൂക്കേഷൻ്റെ ഇതിൽ ഗുരുകുലത്തിൽ ഒരു കുട്ടിയെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഉപനയന സെറിമണി നടക്കുന്നുണ്ട്. അതുവഴി സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത എയിമാണ് സെൽഫ് റിസ്ട്രെയിൻറ്റ്. ദ വെരി സിമ്പിൾ ലൈഫ് ഓഫ് എ സ്റ്റുഡൻറ്റ് അറ്റ് ദ ആശ്രമാസ് ക്രിയേറ്റഡ് സെൽഫ് റിസ്ട്രെയിൻറ്റ് ഇൻ ദ. സെൽഫ് റിസ്ട്രെയിൻറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദെയർ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ സെൽഫ് റിസ്ട്രെയിൻറ്റ് സഹായിക്കുന്നു. വേദിക് എഡ്യൂക്കേഷൻ്റെ മറ്റൊരു എയിമാണ് discrimination and judgment. Vedic education developed the power of discrimination and judgment in the students to enrich their personality enrich ചെയ്യാൻ വേണ്ടിയിട്ട് പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ ജഡ്ജ്മെൻറ്റും വേദിക് എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഫുൾഫിൽമെൻറ്റ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സാമൂഹികപരമായ ഉത്തരവാദിത്തങ്ങൾ ഫുൾഫിൽ ചെയ്യുക എന്നതും വേദിക് എഡ്യൂക്കേഷൻ്റെ ഒരു എയിമാണ്. Another
major aim of Vedic education was to fulfill social duties. The aim of education during the Vedic age was to make the students realize their civic and social duties. ഓരോ പൗരനും അവരുടേതായ സാമൂഹികപരമായ ഉത്തരവാദിത്തങ്ങളും കടമകളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഫുൾഫിൽ ചെയ്യുക എന്നതും വേദിക് എഡ്യൂക്കേഷൻ വഴി ലക്ഷ്യമാക്കുന്നു. Teachers teach the students to serve the guest, the poor, the suffering and the downtrodden. ടീച്ചേഴ്സ് കുട്ടികളെ പഠിപ്പിക്കുന്നത് പാവപ്പെട്ടവരെയും താഴ്ന്നു കിടക്കുന്ന ഇല്ലായ്മയിൽ കിടക്കുന്നവരെ സെർവ് ചെയ്യാനും ഗസ്റ്റുകളെ നല്ല രീതിയിൽ സ്വീകരിക്കാനും ഒക്കെയാണ് ടീച്ചേഴ്സ് വേദിക് എഡ്യൂക്കേഷനിൽ പഠിപ്പിക്കുന്നത്. എംഫസിസ് ഓൺ കോഓപ്പറേഷനും നമ്മുടെ വേദിക് എഡ്യൂക്കേഷൻ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വേദിക് എഡ്യൂക്കേഷൻ ഓൾസോ ഗീവ് importance to cooperation. Education in the Vedic age did not only take a note on the body, mind and soul of the student. Also it incorporate activities that bind him to his fellows to constitute society. Emphasis upon knowledge and experience. അറിവിനും അനുഭവങ്ങൾക്കും നമ്മുടെ വേദിക് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇനിയും ധാരാളം എയിമുകൾ വേദിക് എഡ്യൂക്കേഷൻ ഉണ്ട്. വേദിക് എഡ്യൂക്കേഷൻ ഇൻ ഗുരുകുലാസ് ഗിവ്സ് ഇമ്പോർട്ടൻസ് ടു നോളജ് ആൻഡ് ടു ഒബ്റ്റെയിൻ എക്സ്പീരിയൻസ്. നോളജിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതുവഴി ലഭിക്കുന്ന അനുഭവങ്ങൾക്കും വേദിക് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അടുത്തൊരു എയിമാണ് സബ്ലിമേഷൻ ഓഫ് ഇൻസ്റ്റിങ്ക്റ്റ്. സബ്ലിമേഷൻ ഓഫ് ഇൻസ്റ്റിങ്ക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് another aim of Vedic education is to change the students thinking from material knowledge and make the students focus on the spiritual world. മെറ്റീരിയൽ നോളജിന് ചേഞ്ച് ചെയ്ത് സ്റ്റുഡൻസിനെ സ്പിരിച്വൽ വേൾഡിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേദിക് എഡ്യൂക്കേഷൻ ലക്ഷ്യമിടുന്നു. Some scholars say that the aims of Vedic education are religious, preaching, knowledge of literature, removal of ignorance, Brahman realization, and spiritual knowledge, etc. ഇനിയുള്ള വേദിക് എഡ്യൂക്കേഷൻ്റെ എയിമാണ് പ്രിസർവേഷൻ ആൻഡ് സ്പ്രെഡ് ഓഫ് കൾച്ചർ. നമ്മൾക്ക് നമ്മുടേതായ ഒരു കൾച്ചറുണ്ട്, അത് സംരക്ഷിച്ച് മുന്നോട്ട് പോവുക, അതിനെ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യിക്കുക എന്നതും വേദിക് എഡ്യൂക്കേഷൻ്റെ എയിമാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എയിം ഓഫ് ദ എഡ്യൂക്കേഷൻ ഓഫ് ദ വേദിക് ഏജ് വാസ് ടു പ്രിസർവ് ആൻഡ് സ്പ്രെഡ് ഓഫ് നാഷണൽ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ്. ദ സ്റ്റുഡൻസ് ഹാവ് ടു മെമ്മറൈസ് ദ വേദിക് literature so that they can preserve and spread it on to the next generation. അടുത്ത തലമുറയിലേക്ക് നമ്മുടെ കൾച്ചർ സ്പ്രെഡ് ചെയ്യുക, നമ്മുടെ ഹെറിറ്റേജ് സ്പ്രെഡ് ചെയ്യുക എന്നത് വേദിക് എഡ്യൂക്കേഷൻ്റെ എയിമാണ്. മറ്റൊരു എയിമാണ് പ്രൊമോഷൻ ഓഫ് സോഷ്യൽ എഫിഷ്യൻസി ആൻഡ് വെൽഫെയർ. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ദ പ്രൊമോഷൻ ഓഫ് സോഷ്യൽ എഫിഷ്യൻസി ആൻഡ് വെൽഫെയർ വാസ് ഓൾസോ വൺ ഓഫ് ദ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ ഡ്യൂറിങ് ദ വേദിക് പീരിയഡ്. ദ ടീച്ചർ ടീച്ചസ് ദ സ്റ്റുഡൻസ് നോട്ട് ഓൺലി ടു ഇംപ്രൂവ് ദ മെൻ്റൽ, കൾച്ചറൽ, ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. നമ്മുടെ മെൻ്റൽ ആയിട്ടുള്ള, കൾച്ചറായിട്ടുള്ള, ഫിസിക്കലായിട്ടുള്ള ആസ്പെക്ട്സ് ഇമ്പ്രൂവ് ചെയ്യാൻ മാത്രമല്ല ടീച്ചർ കുട്ടികളെ വേദിക് എഡ്യൂക്കേഷനിൽ പഠിപ്പിക്കുന്നത്. അടുത്തൊരു എയിമാണ് ദ പർപ്പസ് വാസ് ടു മേക്ക് ഈച്ച് ഇൻഡിവിജ്വൽ സോഷ്യലി എഫിഷ്യൻറ്റ്. ഓരോ സ്റ്റുഡൻസിനെയും സോഷ്യലി എഫിഷ്യൻ്റ് ആവാൻ വേണ്ടിയിട്ട് വേദിക് എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്നുണ്ട്. അടുത്ത ഒരു എയിമാണ് ക്യാരക്ടർ ഫോർമേഷൻ. ഒരു സ്റ്റുഡൻറ്റിൻ്റെ ക്യാരക്ടർ, സ്വഭാവം നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ, രൂപീകരിക്കാൻ വേദിക് എഡ്യൂക്കേഷൻ ലക്ഷ്യമിടുന്നുണ്ട്. ദ വേദിക് പീരിയഡ് വ്യൂസ് എഡ്യൂക്കേഷൻ ആസ് എ മീൻസ് ടു ഇമ്പാർട്ട് മോറൽ വാല്യൂസ്. അതായത് മോറൽ വാല്യൂസ് നമ്മുടെ സ്റ്റുഡൻസിൽ വളർത്തിക്കൊണ്ടുവരാൻ വേദിക് എഡ്യൂക്കേഷൻ ലക്ഷ്യം